പത്തനംതിട്ടയിൽ പ്രതിയെന്ന് സംശയിച്ച് യുവാവിനെ ക്രൂരമായി തല്ലിച്ചതച്ച സംഭവത്തിൽ പ്രതിഷേധവുമായി ഡിവൈഎഫ്ഐ കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. സംഭവത്തിൽ ആഭ്യന്തരമന്ത്രി ഉൾപ്പെടെയുള്ളവർക്ക് യുവാവ് പരാതി നൽകിയിരുന്നു. വിവരങ്ങളുമായി സുജു ടി ബാബു ചേരുകയാണ്. സുജു, ഏതായാലും സർക്കാർ മാറിയതിന് പിന്നാലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കീഴിൽ പോലീസ് കൊഴുക്കുകയാണ്. ഒരു നിരപരാധിയ യുവാവിനെയാണ് ക്രൂരമായി തല്ലിച്ചതച്ചത്. ഏതായാലും ഡിവൈഎഫ്ഐയും സിപിഐഎമ്മും സമരം ഏറ്റെടുത്തിട്ടുണ്ട്, പ്രതിഷേധം ഏറ്റെടുത്തിട്ടുണ്ട്. എന്താണ് ഇന്ന് നടന്നത്? കുടുംബം പരാതി നൽകിയിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് പരാതി? സിജു, ഇക്കാര്യത്തിൽ നിന്ന് 3 പ്രധാനപ്പെട്ട ഡെവലപ്മെന്റാണ് ഉണ്ടായിരിക്കുന്നത്. ഒന്ന്, ഈ 20കാരൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്കും മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ ഉന്നത ഉദ്യോഗസ്ഥർക്കെല്ലാം പരാതി കഴിച്ചിട്ടുണ്ട്. 2 ഡിവൈഎഫ്ഐയുടെയും പ്രതിഷേധം കൂടൽ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു. മൂന്നാമത്തെ കാര്യം, ഇന്ന് കൂടുതൽ കുട്ടികൾ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട 18 വയസ്സിൽ താഴെ പോലീസ് കസ്റ്റഡിയിലെടുത്ത 3 കുട്ടികൾ, അവരും ഇന്ന് പോലീസിനെതിരെ പരാതിയായി വന്നു. അത് കുട്ടികളുടെ മാതാപിതാക്കളും വന്നിട്ടുണ്ട്. അവർ പറയുന്നത് നിയമവിരുദ്ധമായാണ് കുട്ടികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. വീട്ടിൽ വന്ന കൃത്യമായ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനോ സംസാരിക്കാനോ പോലീസ് തയ്യാറായില്ല. മാത്രമല്ല, ഒരു കുട്ടിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുമ്പോൾ രക്ഷിതാക്കൾ സംഭവ സ്ഥലത്തില്ലായിരുന്നു. മാത്രമല്ല, പോലീസ് ഇവരെ സ്റ്റേഷനുള്ളിൽ ഇരുട്ടുമുറിയിൽ വെച്ച് ചോദ്യം ചെയ്യുകയും കുറ്റം സമ്മതിച്ചില്ലെങ്കിൽ പുറത്തുവിടില്ല എന്ന് ഭീഷണിപ്പെടുത്തിയെന്ന പരാതി വരുന്നു. മറ്റൊരു കാര്യം, ഇന്ന് ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ മാർച്ചായിരുന്നു. ഡിവൈഎഫ്ഐ പറയുന്ന ഈ വിഷയത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അന്വേഷണം ആരംഭിക്കണം, അല്ലാത്ത പക്ഷം സമരം ശക്തമാക്കുന്ന ഡിവൈഎഫ്ഐ മുന്നറിയിപ്പ് നൽകുന്നു. മറ്റൊന്ന്, 20കാരൻ ഈ കേസിൽ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് മന്ത്രിക്ക് ഉൾപ്പെടെ പരാതിയും നൽകിയിട്ടുണ്ട്. തന്നെ അന്യായമായി തല്ലിച്ചതച്ചെന്നു. അതാ ജയൻമോഹൻ എന്ന സബ് ഇൻസ്പെക്ടർക്കെതിരെയാണ് യുവാവ് പരാതി നൽകിയിരിക്കുന്നത്. പരാതിയിലെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന്, നിയമവിരുദ്ധമായാണ് കസ്റ്റഡിയിലെടുത്തത്. അതായത് പോലീസ് യൂണിഫോമിലല്ലായിരുന്നു, അവർ സ്വകാര്യ വാഹനത്തിലെത്തിയാണ് കസ്റ്റഡിയിലെടുക്കുന്നത്. മറ്റ് സ്റ്റേഷനിൽ ചെന്ന് ഇന്നലെ പറഞ്ഞ പോലുള്ള മർദ്ദന കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് പരാതി നൽകിയിട്ടുള്ളത്. സിജു.